കേരളത്തിൽ ഇതുവരെ നടന്നിട്ടില്ലാത്തൊരു പഠനമാണ് കുറുക്കന്മാരെക്കുറിച്ച്. അവയുടെ ആവാസ വ്യവസ്ഥയും എണ്ണവും ജീവിത രീതികളും പഠനമാക്കിയിരിക്കുകയാണ് ആരണ്യകം നേച്ചർ ഫൗണ്ടേഷൻ. ഓൺലൈൻ സർവേ വഴിയാണ് ഫൗണ്ടേഷൻ കുറുക്കന്മാരുടെ സാന്നിധ്യവും എണ്ണവും സംബന്ധിച്ച പഠനം സാധ്യമാക്കിയത്. ഡോക്ടർ PS ഈസ, S ധ്രുവരാജ്, ഡോക്ടർ സന്ദീപ് ദാസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പഠനം. ഇപ്പോൾ കാട്ടിലെ കടുവയെക്കുറിച്ചോ കാട്ടിലെ ആനകളെക്കുറിച്ചോ ഒക്കെ പഠിക്കുമ്പോഴും സ്വന്തം ചുറ്റുപാടിലുള്ള ഒരു ജീവിയെക്കുറിച്ച് നമുക്ക് അറിവില്ല എന്ന് വരുന്നത് വളരെ കഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് പോകണം എന്ന് തോന്നിയിരുന്നു. ഞങ്ങളിപ്പോൾ ആരണ്യകം നേച്ചർ ഫൗണ്ടേഷനിലെ അംഗങ്ങൾക്ക് അതൊരു നല്ലൊരു ഇതായിരിക്കും എന്ന് കരുതി അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് പോകുന്നത്. 20,000 മുതൽ 30,000 വരെ കുറുക്കന്മാർ കേരളത്തിലുണ്ടെന്നും സംരക്ഷിത വനമേഖലയിൽ ഇവയുടെ സാന്നിധ്യം വിരളമാണെന്നും പഠന റിപ്പോർട്ടിലുണ്ട്. കേരളത്തിലെ കാർഷിക മേഖലയിലെ സന്തുലനത്തിന് ചില ഘട്ടങ്ങളിൽ കുറുക്കന്മാരുടെ സാന്നിധ്യം ഗുണകരമാകുന്നുണ്ട് എന്നാണ് അഭിപ്രായം. കാട്ടുപന്നിയുടെ കുഞ്ഞുങ്ങളെ പോപ്പുലേഷൻ നിയന്ത്രിക്കാനുണ്ടായിരുന്ന ഒരു ഘടകമില്ലാതായി. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കാട്ടുപന്നിയെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ജീവിയായിരുന്നു കുറുക്കൻ അല്ലെങ്കിൽ ജാക്കൽ എന്ന് പറയുന്നത്. രാസ കീടനാശിനികളുടെ ഉപയോഗം മൂലം വയനാട്ടിൽ പലയിടത്തും കുറുക്കന്മാർ അപ്രത്യക്ഷമായി. കുറുക്കന്മാർ ജൈവമാലിന്യം കഴിച്ച് ജീവിക്കുന്നത് മറ്റെന്തെങ്കിലും പ്രത്യാഘാതം സൃഷ്ടിക്കുമോ എന്ന കാര്യത്തിൽ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ്. എന്നാൽ തെരുവ് നായ്ക്കളെ അപേക്ഷിച്ച് കുറുക്കന്മാരെക്കുറിച്ച് പരാതികൾ കുറവാണെന്നും പഠനം വ്യക്തമാക്കുന്നു. മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ. MS ലിഷോയ് ചേരുന്നുണ്ട് തത്സമയം. ലിഷോയ്, കേരളത്തിലെ 70% ഗ്രാമങ്ങളിലും കുറുക്കന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് പറയുമ്പോഴും ഈ കുറുക്കനെ കൊണ്ട് വലിയ ആക്രമണങ്ങൾ ഉണ്ടായ വാർത്തകളോ അങ്ങനെ അധികം ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ കുറുക്കന്മാർ അത്ര വലിയ പ്രശ്നക്കാരൊന്നും അല്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ പഠനത്തിലേക്ക് ഇവരെങ്ങനെ എത്തിപ്പെട്ടു? അങ്ങനെ കേരളത്തിലൊന്നും അത്ര കണ്ടിട്ടില്ലല്ലോ കുറുക്കന്മാരെ കുറിച്ചൊരു പഠനം എന്നുള്ളത്. അപ്പോൾ ഈ പഠനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, പറയൂ. ഈ കുറുക്കന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പല വിധത്തിൽ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചൊക്കെ തന്നെ ഒരു ശാസ്ത്രീയമായൊരു പഠനം ഒന്നും തന്നെ കേരളത്തിൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഡോക്ടർ ഈസ പറയുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലൊരു പഠനം നടത്തി. ഈ തെരുവ് നായ്ക്കളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് പോലെ അത്രത്തോളം അക്രമകാരികളല്ല ഈ കുറുക്കന്മാർ എന്നുള്ളതാണ് ഈ പഠനത്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, സാധാരണഗതിയിൽ നമ്മളൊക്കെ കരുതിയിരുന്നത് ഏറ്റവും അധികം കുറുക്കന്മാരൊക്കെ ഉണ്ടാവുക കാട്ടിലാണ് എന്നുള്ളതാണ്. പക്ഷേ സ്വാഭാവികമായും ഈ ഒരു പഠനത്തിൽ നിന്നുള്ള ഒരു റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിഗമനത്തിലേക്ക് എത്തിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മളുടെ 70% ഗ്രാമപ്രദേശങ്ങളിലും കുറുക്കന്മാരുടെ സാന്നിധ്യമുണ്ട്. അതുമാത്രമല്ല, ഈ വനപ്രദേശങ്ങളിൽ കുറുക്കന്മാരുടെ സാന്നിധ്യം തീരെയില്ല എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കുറുക്കന്മാരുടെ ഇപ്പോഴത്തെ ഈ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ നാട്ടിൻപുറങ്ങളും അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളും അല്ല കൂടുതലായും ഉള്ളത്. അതായത് ഈ നഗരപ്രദേശങ്ങളാണ് കൂടുതലായും ഉള്ളത് എന്നുള്ളതാണ് ഈ പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, നമ്മളുടെ എല്ലാം വേസ്റ്റ് മാനേജ്മെൻറ്റിൽ ഉണ്ടാകുന്ന ഒരു കൃത്യമായ കാര്യക്ഷമത ഇല്ലാത്ത സമയങ്ങളുണ്ട്, ചില ഇടങ്ങളൊക്കെ തന്നെ ഉണ്ട്. അവിടങ്ങളിലൊക്കെ തന്നെ ഈ കുറുക്കന്മാർ തെരുവ് നായ്ക്കൾക്ക് സമാനമായ രീതിയിൽ ഇവയൊക്കെ ഭക്ഷിച്ച് ഈ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ കരുതിയിരുന്ന പോലെ ഒരു വന്യജീവി എന്നുള്ളതിനപ്പുറത്തേക്ക് ഇപ്പോൾ അതൊരു സാമൂഹ്യ, അതായത് ഈ നഗരങ്ങളിലൊക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ജീവി എന്നുള്ള തലത്തിലേക്ക് കുറുക്കന്മാർ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പഠനത്തിൽ എന്തായാലും വ്യക്തമായിരിക്കുന്നത്. ശരി ലിഷോ, എന്തായാലും ഈ പഠനത്തോടൊപ്പം തന്നെ രസകരമായ ഒരു തർക്കം കൂടി കേരളത്തിലെ ജൈവശാസ്ത്രജ്ഞർക്കിടയിൽ ഉടലെടുത്തിട്ടുണ്ട് കേട്ടോ. കേരളത്തിൽ ഫോക്സ് എന്ന ജീവി വിഭാഗം ഇല്ല. ഈ ഫോക്സിനെയാണ് നമ്മൾ കുറുക്കൻ എന്ന് വിളിച്ചതെന്നും അതുകൊണ്ട് തന്നെ കുറുക്കനെ ഇവിടെ കാണുന്ന ജാക്കലുകളെയാണ് നമ്മൾ വിളിക്കുന്നതെന്നും അങ്ങനെ വിളിക്കരുത് എന്നും ഒരു വിഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ കുറുക്കൻ എന്നും കുറുനരി എന്നും ജാക്കലിനെ മാറി മാറി പ്രാദേശികമായിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ കുറുക്കൻ എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല എന്നുമാണ് മറുവാദമായി ഉയരുന്നത്. ഏതായാലും ഈ പഠനം ജാക്കലിനെ കുറിച്ചുള്ളതാണ്. കുറുക്കൻ എന്ന് വിളിക്കണോ കുറുനരി എന്ന് വിളിക്കണോ എന്നൊക്കെ സംവാദത്തിലൂടെ ഒരു തീർപ്പിലെത്തട്ടെ.